ക്ഷേത്രയാത്രകളിൽ ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പട്ടണത്തിലുള്ള ശ്രീവല്ലഭ മഹാക്ഷേത്രത്തിലേക്കാണ്. ഇതുപോലുള്ള വലിയ ക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ വിവരണം നടത്തുമ്പോൾ അത് ദീർഘമായ വിവരണമായതിനാൽ ഐതിഹ്യം നമ്മൾ ഇതിൽ ചേർത്തിട്ടില്ല. അത് പിന്നീട് വലിയൊരു വീഡിയോയായി നമ്മൾ ചിത്രീകരിക്കുന്നതാണ്. മഹാവിഷ്ണുവും സുദർശനമൂർത്തിയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ. മഹാവിഷ്ണു ഇവിടെ ശ്രീവല്ലഭൻ ആദിവിരാട പുരുഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഈ പേരിൽ നിന്നാണ് തിരുവല്ല എന്ന പേരുണ്ടായതെന്ന് പറയപ്പെടുന്നു. തമിഴ് വൈഷ്ണവ ഭക്ത കവികളായ 12 ആഴ്വാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ദേവാലയങ്ങളിൽ ഒന്നാണ് തിരുവല്ല ശ്രീവല്ലഭ മഹാക്ഷേത്രം. ഉപദേവതകളായി ഗണപതി, ശിവൻ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ, അയ്യപ്പൻ, വരാഹമൂർത്തി, വടക്കുംദേവർ, വേദവ്യാസൻ, ദുർവാസാവ്, കൊരയപ്പസ്വാമി എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കേരളത്തിൻ്റെ തനതു കലാരൂപമായ കഥകളി ഇവിടെ പ്രധാന വഴിപാട്ടാണ്. ഒരു കാലഘട്ടം വരെ നിത്യവും കഥകളി നടന്നു വന്നിരുന്നു. കുംഭമാസത്തിലെ പൂയം നാളിൽ ആറാട്ടോടെ സമാപിക്കുന്ന 10 ദിവസത്തെ കൊടിയേറ്റുത്സവം, മീനമാസത്തിലെ ഉത്രനാളിൽ നടക്കുന്ന ഉത്രശിവേലി, ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി, മേടമാസത്തിലെ വിഷു തുടങ്ങിയവയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷങ്ങൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രം. തിരുവല്ല പട്ടണത്തിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ല മാർക്കറ്റ് ജംഗ്ഷനിൽ ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ കവാടത്തിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെത്താം. അതിവിശാലമായ ഇവിടുത്തെ ക്ഷേത്രക്കുളത്തിന് ഏകദേശം 2.5 ഏക്കർ വലിപ്പമുണ്ട്. ഇലവന്തി തീർത്ഥം എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. ഏതാണ്ട് 8 ഏക്കറിലധികം വിസ്തീർണമുണ്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ മതിലകത്തിന്. ചെങ്കല്ലിൽ തീർത്ത 12 അടി ഉയരവും 4 അടി വണ്ണവും 562 അടി നീളവുമുള്ള ഭീമാകാരമായ മതിൽ ക്ഷേത്രത്തെ ചുറ്റിപ്പണിതിരിക്കുന്നു. 4 ഭാഗത്തും ഗോപുരങ്ങളുണ്ട്. അവയിൽ വടക്കേ ഗോപുരം വർഷത്തിൽ ഒരിക്കൽ ഉത്രശീവേലി ദിനം മാത്രമേ തുറക്കുകയുള്ളൂ. കരിങ്കല്ലിൽ തീർത്ത ഒരു വട്ട ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. 160 അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ. അത് ചെമ്പ് മേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിൻ്റെ മുകളിൽ സ്വർണ്ണ താഴികക്കുടമാണ്. ഇതിനകത്ത് 3 മുറികളുണ്ട്. പടിഞ്ഞാറേ അറ്റത്തുള്ള മുറിയായ ഗർഭഗൃഹം 2ആക്കി പകുത്തിരിക്കുന്നു. മുന്നിലെ ഗർഭഗൃഹത്തിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീവല്ലഭ സ്വാമിയുടെ ചതുർബാഹു വിഗ്രഹവും പിന്നിലെ ഗർഭഗൃഹത്തിൽ പടിഞ്ഞാറോട്ട് ദർശനമായി സുദർശനമൂർത്തിയുടെ അഷ്ടബാഹു വിഗ്രഹവുമാണുള്ളത്. വല്ലഭസ്വാമിയുടെ വിഗ്രഹത്തിന് ഏതാണ്ട് 7 അടി ഉയരം വരും. മറ്റുള്ള വിഷ്ണു ക്ഷേത്രങ്ങളെപ്പോലെ പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചജന്യം ശംഖും മുന്നിലെ വലത് കൈയിൽ താമരയും കാണാം. മുന്നിലെ ഇടത് കൈയിൽ ഗദയില്ല. പകരം ആ കൈ അരയിൽ കുത്തി നിൽക്കുകയാണ്. വിരാട പുരുഷനായാണ് സങ്കല്പം. സുദർശനമൂർത്തിയുടെ വിഗ്രഹത്തിന് ഏകദേശം 6 അടി ഉയരം വരും. വലതു കൈകളിൽ ചക്രം, വാൾ, വില്ല്, ഉലക്ക എന്നിവയും ഇടത് കൈകളിൽ ശംഖ്, പരിച, അമ്പ്, ഗദ എന്നിവയും ധരിച്ചിരിക്കുന്നു. അതീവ ശാന്തസ്വരൂപനായ ശ്രീവല്ലഭ സ്വാമിയും അത്യുഗ്രമൂർത്തിയായ സുദർശനമൂർത്തിയും ഭക്തജന ലക്ഷങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് തിരുവല്ലയിൽ വസിക്കുന്നു. എല്ലാ ഭക്തർക്കും ശ്രീവല്ലഭ സ്വാമിയുടെയും സുദർശനമൂർത്തിയുടെയും അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ.